ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദേശ് ലൈക്സ്. നമ്മൾ ഇന്നൊരു ടൂറ് പോവാണ്. എവിടേക്കാണെന്നറിയോ? ദി ഓൺലി ബ്രദർ ഓഫ് 7 സിസ്റ്റർ സ്റ്റേറ്റ്സ്, അതായത് സിക്കിമിലേക്കാണ് നമ്മളിന്ന് ടൂറ് പോകുന്നത്. ഞാൻ ടൂറ് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അവസാനം സമ്മതിച്ചു അച്ഛനും അമ്മയും. പക്ഷേ അപ്പോഴേക്കും സമയം കുറേ ആയി. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ടൂറായിരുന്നു. അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോയത്. ശ്യാമോളി പരിവാഹൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ AC സീറ്റർ സ്ലീപ്പർ പ്രീമിയം മൾട്ടി ആക്സിൽ ബസ്സിലാണ് ഞങ്ങൾ കൊൽക്കത്തയിലെ എക്സ്പ്ലനേഡിൽ നിന്ന് സിലിഗുരി വരെ പോയത്. ഞങ്ങൾ ഉച്ചയ്ക്ക് 1:25 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ 6:30 PM വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവർ പറഞ്ഞത് നാളെ രാവിലെ 7:45 AM ആകുമ്പോഴേക്കും നമ്മൾ സിലിഗുരിയിൽ എത്തുമെന്നാണ്. ഞങ്ങൾക്ക് 4 ടിക്കറ്റ് വേണമായിരുന്നു. അതുകൊണ്ട് 4 ടിക്കറ്റിനും കൂടി 5470 റുപ്പീസിനായി. ഞങ്ങൾ ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ടൂറിസ്റ്റ് ട്രാവൽസിൽ നിന്ന് ഞങ്ങളൊരു പാക്കേജ് ബുക്ക് ചെയ്തു. ഞങ്ങൾ രാത്രി ഈ ബസ്സിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. 6:30 കയറിയതുകൊണ്ട് ഡിന്നറും ആയിരുന്നായിരുന്നു. ഞങ്ങളുടെ കൂടെ ബ്രെഡും മസാലക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 10:30 മണിയായപ്പോൾ അവർ നിർത്തി തന്നു. ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, ഡിന്നർ കഴിക്കാം, ഫ്രഷ് ആകാം, പുറത്തിറങ്ങി നടക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് നല്ല അടിപൊളി വോൾവോ ബസ്സാണ്. ഞങ്ങൾ ഇരിക്കാനുള്ള സീറ്റാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്കത് ബാക്കിലേക്ക് ചാരാനുള്ള നല്ല ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം കിടക്കുന്ന ഫീൽ തന്നെ കിട്ടും. മുകളിൽ സ്ലീപ്പർ ബർത്തും ഉണ്ട്, ട്രെയിൻ പോലെ. സ്ലീപ്പർ ബർത്ത് ആയാലും നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാം. ബാക്കത്തെ 2 സീറ്റുകളും കിടക്കാനുള്ളത് തന്നെയായിരുന്നു. മാത്രമല്ല ബസ്സിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റിങ്സൊക്കെ വെച്ചിട്ട് നല്ല അട്രാക്റ്റീവായിട്ടാണ് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങി പിന്നെയും വണ്ടിയിൽ കയറിയതിന് ശേഷം ഞാൻ ഉറങ്ങി. പിന്നെ ഇതപ്പോൾ പുലർച്ചെ ആയിട്ടാണ് ഞാൻ എണീറ്റത്. ഈ സമയമാകുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ബസ് കയറുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോ ആണ്. ഈ ബസ്സിൻ്റെ ഫൈനൽ സ്റ്റോപ്പ് സിലിഗുരിയാണ്. ഈ സിലിഗുരി ഒരു ഹില്ലി റീജിയനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്തോറും ഞങ്ങൾക്ക് തണുപ്പ് കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ രാവിലെ നേരത്തെയാണല്ലോ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആവണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അതെടുത്തത്. ജസ്റ്റ് 2 hours. ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഒരു കാറ് വന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഒരു മിലിറ്ററി ക്യാമ്പാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുത്തടുത്തായിട്ട് തന്നെ നിറച്ച് മിലിറ്ററി ക്യാമ്പുകളുണ്ട്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കാർഡിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഈ ടൂറിസ്റ്റ് കാർഡ് പറഞ്ഞാൽ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൻ്റെയും ഭൂട്ടാൻ്റെയും ഇടയിലുള്ള ഒരു വലിയ കാടാണ്. ഈ കാട്ടിൽ വളരെ റെയറായിട്ടുള്ള നിറച്ച് അനിമൽസ് ഉണ്ട്. ലൈക്ക് ഇന്ത്യൻ ബൈസൺ, ഇന്ത്യൻ 1 horn റൈനോ, ബംഗാൾ ടൈഗേഴ്സ്, അങ്ങനെ നിറച്ച്. ഇത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇടയ്ക്കിടയ്ക്ക് അനിമൽ സൈറ്റിങ്സ് ഉണ്ടാവാറുണ്ട് എന്ന് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിക്ക് 112 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം 4 hours അടുത്ത് വരും. ഇനി ഫ്രണ്ടിലേക്കുള്ള യാത്ര മൊത്തം കാടും മലകളും പുഴകളും അങ്ങനെ മൊത്തം നാച്ചുറാണ്. ആസ് എ നാച്ചുറൽ ലവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രിപ്പ് നല്ല മെമ്മറബിൾ ജേർണി ആയിരിക്കും.
ഞങ്ങളീ പോയ കമ്പനികളുടെ പേരും ഇതൊന്നും ഒരിക്കലും ഒരു പ്രൊമോഷനല്ല. പക്ഷെ ഞങ്ങൾ പോയ സ്ഥലം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. കാരണം വല്ല അനിമൽസിനെ കണ്ടാലോ. അച്ഛൻ ഫ്രണ്ടിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛൻ ഫ്രണ്ടിൽ നോക്കൂ. അമ്മ ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് നോക്കൂ. ഞാൻ റൈറ്റ് സൈഡിൽ നോക്കി. ഒരു അനിമൽസിനെ കണ്ടില്ല. പക്ഷെ കുറച്ച് മങ്കീസിനെ മാത്രമേ കണ്ടുള്ളൂ. ഈ ആർമി ക്യാമ്പ്സൊക്കെ കൂടുതലും ക്യാമഫ്ലാഷ് കളേഴ്സാണ് യൂസ് ചെയ്യുക. കാരണം ശത്രു രാജ്യങ്ങൾ സ്പോട്ട് ചെയ്യാതിരിക്കാൻ അവർ. എന്താ ഇവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചുരം സ്റ്റാർട്ട് ചെയ്തു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് NH10 റോഡാണ്, അതായത് നാഷണൽ ഹൈവേ 10 റോഡ്. ഈ NH10 പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ കൂടെയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ വീടുകൾ വെറൈറ്റി വീടുകളാണ്. കാരണം ഇവർക്ക് ഫ്ലാറ്റായ സർഫേസ് ഇല്ല. അതുകൊണ്ട് ഇവർ അണ്ടർഗ്രൗണ്ടിലാണ് കുറേ ഫ്ലോർസ് ഉണ്ടാക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ റോഡിൻ്റെ ഒരു സൈഡ് മലയും മറ്റേ സൈഡ് നദിയായി. ഈ നദിയുടെ പേരാണ് ടീസ്റ്റ നദി. ഇപ്പോഴത്തെ ഈ സൈഡിലുള്ള മലയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അരുവികൾ കാണാം. അപ്പം ഞാൻ അച്ഛനെ സമ്മതിപ്പിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കുകയും ചെയ്താൽ. നല്ല സൂപ്പർ സീനറി ആയിരുന്നു. മലയും അരുവിയും അപ്പുറത്തെ സൈഡ് റിവറും. മലയുടെ മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ വെള്ളത്തിന്. കിഴക്കൻ ഹിമാലയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിക്കിം, വെസ്റ്റ് ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് ഒഴുകി അവിടുന്ന് ബേ ഓഫ് ബംഗാൾ ചേരുന്ന നദിയാണിത്. ഈ റിവർ 315 കിലോമീറ്റർ നീളമുള്ളതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ട്. കാരണം ഇതൊരു ഹില്ലി റീജിയൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഡ്രൈവർ കാണിച്ചു തന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി കഴിച്ചു. അവിടെ നേപ്പാളി താളി, ടിബറ്റൻ താളി, ഇന്ത്യൻ താളി, ചൈനീസ് താളി, അങ്ങനെ കുറേ തരം താളികളുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഓരോ ടിബറ്റൻ താളി എടുത്തു. വിശപ്പ് കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. ഞങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ അടുത്തുള്ള റിവറിൽ കൂടെ ആൾക്കാർ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന കണ്ടു. ഞങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത് നല്ല ആഗ്രഹമായിരുന്നു. മാത്രമല്ല ഇത് ബെസ്റ്റ് സ്ഥലമാണ്, നല്ല ഒഴുക്കുള്ള നദിയാണ്. ഞങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ടീസ്റ്റ രഞ്ജിത്ത് റിവർ റാഫ്റ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി അവർ. ഇവിടെ 2 പാക്കേജ് ഉണ്ട്, ഷോർട്ട് റൂട്ടും ലോങ് റൂട്ടും. ഷോർട്ട് റൂട്ടിന് 3500 റുപ്പീസും ലോങ് റൂട്ടിന് 5000 റുപ്പീസും. ഇതിൻ്റെ കാശ് വരുന്ന പെർ റാഫ്റ്റാണ്. ഈ റാഫ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബുക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. അവരുടെ സ്വന്തം ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും. ഇതുണ്ട് കളർ ചേഞ്ച്. ഒരു സൈഡ് ഡീപ്പ്
കളറും മറ്റേ സൈഡ് ലൈറ്റ് കളറും ആയിട്ടുള്ള വെള്ളം. ഇത് രണ്ട് നദിയുടെ സംഗമ സ്ഥലമാണ്. ഇവരെന്നെ നമുക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുതരും. 2 വീഡിയോസിനും 50 ഫോട്ടോസിനും കൂടി 2000 റുപ്പീസാണ്. ചുറ്റും ഈ കാണുന്ന മലകളൊക്കെ കാലിംപോങ് ഹിൽസും ഹിമാലയൻ ഹിൽസൊക്കെയാണ്. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഞങ്ങൾ ആദ്യം കയറുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റും ത്രിൽഡും ആയിരുന്നു. ചെറുതായിട്ട് തിരമാല പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഇതുണ്ടോ നന്നായിട്ട് ആടി ഒലയുണ്ട്. ഞങ്ങൾ ബോട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ ബോട്ട് റിവറിൻ്റെ തിരമാലയ്ക്കനുസരിച്ചിട്ട് പൊങ്ങും താഴും ചെയ്യണേ. അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ അവർ റാഫ്റ്റ് തുഴയാനുള്ള പാഡൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിതൊക്കെ നല്ല എക്സ്പേർട്ട് എന്നുള്ള ഭാവത്തിലാണ് ചെയ്യണത്. വേറെ റിവർ റാഫ്റ്റിംഗ് ബോട്ടുകളും ആ സൈഡുണ്ട്. ഇവിടെ ചുറ്റും മലകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നദിക്ക് ഉരുൾപൊട്ടി വീഴാറുണ്ട് മഴക്കാലത്ത്. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് മഴക്കാലത്ത് റിവർ റാഫ്റ്റിംഗ് ചെയ്യണത് നിരോധിക്കും. ആ സമയത്ത് അവരുടെ ജോലി പോവും. ഞങ്ങൾ ബോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഗൈഡ് ലൈൻസും ഒക്കെ തന്നിട്ടാണ് ഞങ്ങൾ കയറ്റിയത്. അവർ ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഇടാന്ന് നേരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ചെറിയ രീതിയിൽ മഴ ചാറുണ്ടായിരുന്നു. അച്ഛന് തോണി തുഴയുമ്പോൾ എന്താണ് ഫീല്? പിന്നെ ഞാനല്ല തുഴഞ്ഞ അക്കരയ്ക്ക് എത്തി. അപ്പൊ അമ്മയ്ക്കോ? ഞാൻ തുഴഞ്ഞത് കാരണമാണ് ബോട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ കാണായിരുന്നു. ഈ ചുറ്റും കാണുന്നതൊക്കെ കാടാണ്. भाषा की नहीं पारी है लेकिन थोड़ा सा डिफरेंस होता है. भाषा भी नहीं पारी है लेकिन थोड़ा सा डिफरेंस होता है. गोरखा लोग हैं पहले से यहीं के रहते हैं. नेपाल का नेपाली अलग होता है. लोग का भाषा भी नेपाली है लेकिन थोड़ा सा डिफरेंस होता है. और भी गोरखा है गोरखा
बहुत लोग हैं पहले से यहीं पे आ जाते हैं और नेपाली अलग होता है उनका भाषा भी नेपाली है लेकिन थोड़ा सा डिफरेंस होता है गोरखा लोग हैं पहले से यहीं पे आ जाते हैं नेपाल का नेपाली अलग होता है उनका भाषा भी नेपाली है लेकिन थोड़ा सा डिफरेंस होता है ഈ റാഫ്റ്റിംഗ്കാർ പറഞ്ഞു ഒന്നെങ്കിൽ സ്വന്തം വണ്ടിയിൽ അല്ലെങ്കിൽ അവരുടെ ജീപ്പിൽ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ അവിടെ നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ട് പോവാൻ അവർ പറഞ്ഞു. കാരണം ഈ ബോട്ടിങ്ങനെ കുലുങ്ങുമ്പോൾ നമ്മൾക്ക് സ്വയം പിടിക്കണം. നമ്മൾ നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ അതും പിടിക്കേണ്ടി വരും. മാത്രമല്ല ഇങ്ങനെ ഇളകുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ നദിയിൽ വീഴാനും ചാൻസ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ഈ നദിയൊക്കെ നല്ല ആഴമുള്ള നദികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങളൊരു ഫോൺ കയ്യിൽ പിടിച്ചിരുന്നു. വല്ല എമർജൻസി സിറ്റുവേഷനോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ വീടുകൾക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചർ. മഴക്കാലം വരുമ്പോൾ ഈ വീടുകളുടെയൊക്കെ ഫസ്റ്റ് ഫ്ലോറ് വെള്ളത്തിൻ്റെ അടിയിലാവും. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ബുദ്ധമതമാണ് ഫോളോ ചെയ്യുക. ഈ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ അവരുടെ റിച്വലിൻ്റെ ഒരു ഭാഗമാണ്. भाषा भी नेपाली है लेकिन थोड़ा सा डिफरेंस होता है ഇങ്ങനെ ഇളകുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്തു കേട്ടോ. ഇത് നല്ല റിസ്കി ആൻഡ് അഡ്വെഞ്ചറസ് റൈഡാണ്. പിന്നെ ഇവരുടെ നിയമപ്രകാരം ബിലോ 5 years ഉള്ള ചിൽഡ്രൻസിനെ അവർ ഇതിന് കയറ്റില്ല. ഞങ്ങളുടെ റാഫ്റ്റിംഗ് എനർജിയോടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ റാഫ്റ്റിംഗ് കഴിയാറായി. ഞങ്ങളുടെ റാഫ്റ്റിംഗ് കഴിയുമ്പോഴേക്കും അവരുടെ ജീപ്പ് എടുത്തിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞങ്ങളുടെ റാഫ്റ്റിംഗ് കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡും ആയിരുന്നു ഈ റിവർ റാഫ്റ്റിങ്ങിനെ കുറിച്ച്. ചാച്ചൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. അമ്മയുടെ എക്സ്പീരിയൻസോ? സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ മണലെല്ലാം വൈറ്റ് സാൻഡാണ്. ഇതൊക്കെ ടീസ്റ്റ നദിയുടെ ഓരോ ഭാഗങ്ങളാണ്. അങ്ങനെ ഇതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. അപ്പോഴേക്കും ഞങ്ങളിത് ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ഞങ്ങൾ ഇവിടെ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് റിസപ്ഷൻ. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയുള്ള നൈറ്റ് വ്യൂ. കണ്ടോ, നല്ല ഭംഗിയല്ലേ? മലയുടെ ഷേപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വെളിച്ചമായിട്ട് നിറച്ച് വീടുകൾ. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് ഫ്രഷായി. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അമ്പലം. അതൊരു ശിവൻ്റെ അമ്പലമാണ്. ഇത് ഞങ്ങളിത് നടക്കാൻ ഇറങ്ങിയതിൻ്റെ കുറച്ച് വീഡിയോസാണ്. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു.
गोरखा लोग हैं वैसे ही क्या है ഇവിടെ മൊത്തം ഹില്ലാണ്. ഇവിടെയും ഫ്ലാറ്റ് ഒന്നുമല്ല. ഇതുണ്ടോ ഇവിടെ റോട്ടിൽ നമുക്ക് നടക്കാൻ ഒരു സ്പെഷ്യലൈസ്ഡ് പാത്ത് ഉണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ഇതിൽ 2 ചെടികൾ തൂക്കിയിട്ടിട്ടുമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് നാച്ചുറിനെ സിംബലൈസ് ചെയ്യണ പോലെ തോന്നി എനിക്ക്. അമ്മയും അമ്മമ്മയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാനും അച്ഛനും ബാക്കിലും നടക്കുന്നുണ്ട്. ഇവിടെ ഹില്ലി റീജിയൻ ആണ് പറഞ്ഞിട്ട് കടകൾക്ക് കുറവൊന്നുമില്ല. അത്യാവശ്യം നിറച്ച് കടകളുണ്ട്, കാറുകളുണ്ട്, വണ്ടികളുണ്ട്. ഇവിടേക്കൊക്കെ നിറച്ച് വാട്ടർ സോഴ്സ് ഉണ്ട്. ഇതുണ്ടോ ഈ പോസ്റ്ററിൻ്റെ ബാക്കിൽ നിന്ന് ഒരു സ്പ്രിങ് വരുന്നത്. ഇതുണ്ടോ ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയാൽ അത് മൊത്തം താഴ്ചയാണ്. കണ്ടോ ഇപ്പോഴത്തെ ഫ്ലാറ്റായി തോന്നുമെങ്കിലും ഇത് ഒരിക്കലും ഫ്ലാറ്റ് അല്ല. ഇതുണ്ടോ ഈ സ്ഥലമൊക്കെ എന്ത് ക്ലീനാണ്. ഒരു വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഗ്രൗണ്ട് മാത്രമല്ല എയർ നല്ല ക്ലീനാണ്. ഒരു പൊല്യൂഷനും ഇല്ല. ഇവിടുത്തെ ആൾക്കാർ നല്ല അച്ചടക്കത്തോടെയാണ്. കാരണം ഇവർ നടക്കാൻ വേണ്ടി മാറ്റി വെച്ച പാത്ത് കൂടെ മാത്രമേ നടക്കൂ. വേറെ റോഡ് കൂടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ റോഡിൽ വെഹിക്കിൾസിന് സ്വസ്ഥമായിട്ട് പോവാം. അതുമാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ കൈൻഡും പൊളൈറ്റ്ഫുള്ളും ആണ്. ഞങ്ങൾക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ വിൻ്റർ ഡ്രസ്സും കൂടി എടുത്തിട്ടാണ് വന്നത്. വിൻ്റർ അല്ലാച്ചാലും ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ വിൻ്റർ കാലത്തൊന്ന് ആലോചിച്ചാലോ, ഇവിടെ മഞ്ഞ് പെയ്യുണ്ടാവും മിക്കവാറും. എനിക്ക് ചന്ദ്രനെ കണ്ടപ്പോൾ നല്ല ചന്തം തോന്നി. അതുകൊണ്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചതാ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് ബസാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു കാഫേ ഉണ്ട്. അതിൽ കയറിയിട്ട് വല്ല സ്നാക്സോ ജ്യൂസോ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ കയറി ഒരു സ്നാക്സ് വാങ്ങി കഴിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അവരൊക്കെ റൈസ് ഓർഡർ ചെയ്തു, ഞാൻ റൊട്ടി ഓർഡർ ചെയ്തു. ഡേ 2 വിശേഷങ്ങൾ പാർട്ട് 2 കാണാം. ബൈ. ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. गोरखा लोग